ഭീഷ്മ എന്തിയമ്മേ? അമ്മ കുറെ നേരം വിളിക്കുന്നത്, അവളോടെ പോയി. ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിച്ചാടാ, പിന്നെ വേണ്ടെന്ന് വെച്ചു. അതെന്താ? ആ പെങ്കൊച്ച് ഏത് നേരം ഫോണിലാന്നേ. ഒന്നും അല്ലെങ്കിൽ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കും, അല്ലെ ഫോണെ കുത്തിക്കൊണ്ടിരിക്കും. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ പോലും ശ്രദ്ധിക്കാനുള്ള സമയമില്ല. ഇന്നലെ രാത്രിയാണെങ്കിൽ 10-11 മണി വരെ ആരാണ്ടോടൊക്കെ സംസാരിച്ചോണ്ടിരിപ്പുണ്ടായിരുന്നു. ആരാണോ എന്തോ ദൈവത്തിനറിയാം. എത്ര മണി വരെ? 11-11:30 വരെ. കരങ്ങരുതേ. മുരിങ്ങയിലേക്ക് ഇട്ടിട്ടുണ്ട്. വേണ്ട വേണ്ടെന്ന് മീൻ വറുത്തത്, മെഴുക്കുരട്ടി, ഉപ്പേരി എല്ലാം ഉണ്ടല്ലോ. എന്തു പറ്റിയേട്ടാ മുഖത്തിന്? അതല്ല, അമ്മ പറഞ്ഞു നീ രാത്രി 11 മണി വരെയൊക്കെ ഫോൺ ചെയ്തോണ്ടിരിക്കാന്ന് കേട്ടല്ലോ. അതിനെന്താ കുഴപ്പം? ചേട്ടന് അതിനാണോ ഈ സൗണ്ട് മാറ്റിയൊക്കെ പറയണേ? മര്യാദക്ക് പറഞ്ഞാ പോരെ, എനിക്ക് മനസ്സിലാവില്ലേ? അമ്മ എന്തിനാ ചിരിക്കണത്? ഞാൻ വെറുതെ അങ്ങനെ ചിരിക്കണ്ട. എന്റെ പൊന്നിയേട്ടാ, ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് വരുമ്പോഴത്തേക്കും 10-11 മണിയാവും. പിന്നെ ഞാനും എന്റെ ഫ്രണ്ട്സും ഒക്കെ ഒന്ന് ഫ്രീ ആയിട്ട് വരുമ്പോഴേക്കും ആ സമയമാവുന്നതാ. അല്ല, ഈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ എടാ, അവൾ അവിടെ ഫ്രണ്ട്സിനോട് സംസാരിച്ച നിനക്കെന്താന്നേ കുഴപ്പം? ഞാൻ ചോദിച്ചായ പ്രശ്നം. ചേടാ, ഇതിപ്പോ പറയാൻ പോയത് അമ്മ വെറുതെ കഴിച്ചിട്ട് പോയി. ഒരു കാര്യത്തിന് ഞാൻ ഒരാളുടെ ഇടപെടില്ല. ഹലോ, ഞാൻ കഴിച്ചു. ചാടിക്കേറി സപ്പോർട്ട് ചെയ്യണ കൊള്ളാം. നാളെ അവൾ ആരുടെയെങ്കിലും ഇപ്പം ചാടിക്കേറി പോയി ചീത്തപ്പേരായാണ്ടല്ലോ നിങ്ങൾക്ക് ഏടാവും. ഓക്കെ? മോനെ, അമ്മ പറയുന്നോട് നിനക്ക് വിഷമം തോന്നരുത്. പിന്നെ കാര്യം നിന്നെ കണ്ട അത്ര പ്രായമൊന്നും തോന്നുകയില്ലെങ്കിൽ നിനക്ക് അത്യാവശ്യം പ്രായം ഉണ്ടെന്നുള്ള കാര്യം നിനക്കും അറിയാം, അമ്മയ്ക്കും അറിയാം. അവള് ഫോണിൽ കുത്തിയോ പാട്ട് പാടിയോ ഒക്കെ ആരെങ്കിലും കണ്ടുപിടിച്ചോളൂ, അക്കാര്യത്തിൽ എനിക്ക് പേടിയില്ല. പക്ഷെ നീ ഇപ്പൊ നിന്റെ തലയിലുള്ള ഈ 2-3 തലമുടിയും കൊഴിഞ്ഞ് ഈ കഷണ്ടി നിറകുന്നല വരെ ആകുന്നതിന് മുന്നേ ആരെയും കണ്ടുപിടിച്ച് കെട്ടിയാ നിനക്ക് കൊള്ളാം. ഓക്കെ? നന്നായിട്ട് താന്ന് അരമണ്ഡലത്തിരിക്കും. അമ്മ എന്തീ കാണിക്കണേ? നമ്മളെ സ്റ്റെപ്പ് ഇതല്ലേ പ്ലാൻ ചെയ്തേ? അതെ അതെ അതെ, എനിക്കും തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന്. നീ ചെയ്യുന്നതിനകത്ത് എന്തോ കുഴപ്പമുണ്ട്. എന്റെ മാഷ എന്നെ ഇങ്ങനെയാ പഠിപ്പിച്ചത്. ഇത് എന്നാ സ്റ്റെപ്പാടി? അത് സ്റ്റെപ്പായിരിക്കല്ലേ, നീ ചെയ്യുന്ന കണ്ടിട്ട് പുള്ളി ഇത് എന്നാ കൊച്ചെന്ന് പോലും ചോദിച്ചായിരിക്കും. ഇത് തന്നെ ഭരണോടാ. അമ്മ വല്ലതും പറഞ്ഞായിരുന്നോ? അല്ല, പത്മാസുബ്രഹ്മണ്യം കഴിഞ്ഞാൽ പിന്നെ സിന്ധു സുരേഷ് കുമാർ തന്നെ. കലാകാരികളെ പുച്ഛിക്കാൻ നിങ്ങളുടെ അമ്മ കഴിഞ്ഞുള്ളൂ, മറ്റൊരാള്. അത് വരട്ടെ, കലാകാരികളുടെ കാര്യമൊക്കെ പറയാൻ വരട്ടെ. ഞാനും ഒരു കലാകാരിയാ. എന്താ സ്റ്റെപ്പ് ചെയ്ത് കാണിക്കണോ? ഓ വേണ്ട, ഞങ്ങളൊന്ന് കളിച്ചോട്ടെ. കാണിക്ക എന്താ സ്റ്റെപ്പ്. നിക്ക്, ഞാൻ ആ ക്യാമറ ഒന്ന് എടുത്തിട്ട് വരട്ടെ. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ശ്രദ്ധിക്കണു. ഞാനിവൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് ആലോചിച്ചതാ. ഒറ്റ മകൻ, ആരുമില്ലല്ലോ നിന്നെ ശല്യം ചെയ്യാൻ. ഫുൾ ഫ്രീഡം. എനിക്കങ്ങനെ ആയാൽ മതിയായിരുന്നു. നിനക്ക് ഒറ്റയ്ക്കാണ് ഭയങ്കര ബോർ. അക്ഷര, ഇന്ന് സ്കൂൾ ഹോളിഡേ കാരണം അമ്മ ഉണ്ടായി. അല്ലെങ്കിൽ ഞാനും ത്രേശിച്ച് ഒറ്റയ്ക്ക് വന്നു. സ്കൂൾ വെക്കേഷനായ ബോറടിച്ച് ചാവും. പോടാ, ദൈവം ഒരു ഭാഗ്യം തന്നപ്പോൾ അതിനെ കുറ്റം പറയല്ലേ. UP section quiz competition first prize goes to Akshara and Aryan 5B. Very good Aryan. Thank you miss. Congrats Akshara. നല്ല ഹെയർ സ്റ്റൈൽ ആണല്ലോ. ഇത് ആരെങ്ങനെയൊക്കെ ഒരുക്കി തരുന്നേ?
ചേച്ചി. വെരി ഗുഡ്, താങ്ക് യു. നോക്കിയാളിയാ നല്ല ചേർച്ചയില്ലേ? ആ ചേർച്ചക്കുറവില്ല. പരിചയപ്പെട്ട് കിട്ടിയാ മുതലിയാ, പിന്നെ പ്രശ്നമില്ല. അയ്യോ, എന്റെ കൂട്ടുകാരനാണെന്ന് വെച്ച് നിന്നെ അവിടെ കൊണ്ട് പരിചയപ്പെടുത്താനൊന്നും പറ്റൂല. എന്റെ ഉള്ള വിലയിൽ കൂടി പോകും. അത് വേണ്ട, ചീപ്പ് എൻട്രി പോവും. ഗിരീഷേ, അത് പോട്ടെ, നീ വേറെ എന്തെങ്കിലും ഒരു ഐഡിയ പറ. മനുഷ്യൻ എന്തൊക്കെ ആഗ്രഹങ്ങളാ അല്ലേ? ഇൻസ്റ്റാഗ്രാമിലൂടെ വരുന്ന റീൽസ് കണ്ട ഒരു പെണ്ണിനെ പ്രണയിക്കുക, അവളെ കല്യാണം കഴിക്കുക. അട്രാഷ്യസ്. ഒന്ന് പോയടാ അവിടുന്ന്. അളിയതും ഹിസ്റ്ററി ഒന്നുമല്ല, പ്രേമം ഇങ്ങനെയൊക്കെ തുടങ്ങണത്. ആ ഞാനൊരു ഐഡിയ പറയാം, പക്ഷെ കുറച്ച് ചെലവുള്ള പരിപാടിയാ. നടക്കുവോ? ഓ, ആ ഒന്നും പ്രശ്നമല്ല, അളിയൻ പറയലേ. ആ ഉണ്ടല്ലേ? ഞാനെല്ലാം പഠിച്ചു, എന്റെ ചേച്ചി എല്ലാം പഠിപ്പിച്ചു തന്നെ. ഓ, നിന്റെ ചേച്ചിക്ക് അതേ പണിയുള്ളൂ. ഹലോ, പാടാ. അക്ഷരല്ലേ? മോളുടെ ക്ലാസിക് ഡാൻസ് ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു. സൂപ്പർ ആയിരുന്നു കേട്ടോ. ഞാൻ അപ്പൊ തന്നെ ഫാനായി പോയി. ക്ലാസിക് അല്ല, ക്ലാസിക്കൽ. യെസ് യെസ്, മാറിപ്പോയി. ഇത് നിങ്ങൾക്ക് വേണ്ടി മനസ്സിലാ. എടുക്കെടുക്ക്. വേണ്ടേ? കഴിച്ചോ കഴിച്ചോ. വേണ്ട. സ്ട്രേഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിക്കരുതെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് എന്റെയും ഓ എനിക്കുണ്ടോ വഴിന്ന് പറിക്കേ. ഓ, വെരി ഗുഡ്. വാടാ. നല്ല പാരൻസ്. ഹലോ, ഇന്നെന്റെ ബർത്ത്ഡേ ആയിരുന്നു. സ്വീറ്റ്സ്. ചേട്ടൻ മലയാളത്തിലല്ലേ ഞങ്ങൾ പറഞ്ഞേ സ്ട്രേഞ്ചേഴ്സ് ഡേ ഒന്നും വാങ്ങില്ലെന്ന്? വഴി മാറ്. ഹായ് കിഡ്സ്. ഹലോ. എന്ന് മുട്ട കഴിക്കാൻ മൂടില്ല? വിശക്കണല്ലേ? തോന്നി. അല്ല, ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്ന ക്ഷീണിച്ചു പോയില്ലേ? ഓ, ഹലോ. രാവിലെ ജോഗിന് പോകാൻ പറ്റില്ല, അപ്പൊ നിങ്ങളുടെ പായിക്കോട്ടെ വിചാരിച്ചു വൈകിട്ട്. പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പുറകെ ഇങ്ങനെ നടക്കലെന്ന്. ആൾക്കാരൊക്കെ എല്ലാരും കേക്കട്ടെ. ഒന്ന് പൊയ്ക്കൂടെ? ഞങ്ങൾക്ക് ഒരു ജോഗിയും വേണ്ട. ഇങ്ങോട്ട് വാടാ. ചക്കരടിച്ചാന് ആര്യാ, ഇതിപ്പോ കുറച്ച് ദിവസമായല്ലോ ആ ചേട്ടൻ. ശരിയാ, ഇനിയൊരു പിള്ളേരെ പ്രത്യേകരനെങ്ങാനോ ആണോ? ഏയ്, നമ്മൾ ഇത്ര വലിയ പിള്ളേരല്ലേ. ഞാൻ പോയി ചോദിക്കാൻ എന്താ ഉദ്ദേശം? അതിന്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ മൈൻഡ് ചെയ്തിരുന്നാ മതി. എനിക്ക് വേറൊരു സംശയം, ഇനി ആ ചേട്ടൻ തന്നെ ലൈൻ അടിക്കാൻ പറ്റുവാണോ പ്ലാൻ? ശരിയാടി, ഇപ്പോഴത്തെ ചേട്ടന്മാരൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. ഇനി അങ്ങനെ എങ്ങനെയാണോ പറയാൻ പറ്റില്ല. എന്നാ വാ.